സംസ്ഥാനത്ത് ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നതിനിടെ ആരോഗ്യരംഗം ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ട വിജിലൻസ് സെൽ എവിടെയെന്ന ചോദ്യമുയർന്നു. 2018 പ്രഖ്യാപിച്ച വിജിലൻസ് സെൽ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ആരോഗ്യമന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എൻ ഹരികുമാറിന്റെ മേശപ്പുറത്താണ് ഫയൽ ഇപ്പോഴെന്നാണ് ലഭിക്കുന്ന വിവരം. 24 മെഗാ ബ്രേക്കിംഗ്. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ്, അഴിമതി, ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുകളിലെ പരാതികൾ എന്നിവ അന്വേഷിക്കുന്നതിന് വകുപ്പിന് കീഴിൽ പോലീസിന്റെ വിജിലൻസ് സെൽ വേണമെന്ന് ശുപാർശ ചെയ്യുന്നത് 2017 സെക്രട്ടറിയായിരുന്ന രാജീവ് സദാനന്ദൻ. 2018 സെപ്റ്റംബർ 14 ആരോഗ്യവകുപ്പിൽ വിജിലൻസ് സെൽ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വിജിലൻസ് വകുപ്പിലെ സൂപ്രണ്ട് തലവനായി ആരോഗ്യവകുപ്പിൽ വിജിലൻസ് സെൽ രൂപീകരിക്കാമെന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് 2023 ജൂൺ 26. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് 24 ലഭിച്ചു. വിജിലൻസ് സെല്ലിന്റെ പ്രവർത്തന രീതി, അധികാരങ്ങൾ എന്നിവ വ്യക്തമാക്കി DME ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകി. 2024 ജൂൺ 4 അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് നൽകി. അന്നു മുതൽ വിജിലൻസ് ഫയൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എൻ ഹരികുമാറിന്റെ മേശപ്പുറത്തെന്ന് ഫയൽ നീക്കം തെളിയിക്കുന്നു. അത് ഈ KGM സ്വാധീനം കൊണ്ടാണ്. കാര്യം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ നല്ല ഡോക്ടർമാരുണ്ട്, ഇതിലുള്ള ഡോക്ടർമാരെല്ലാം അഴിമതിക്കാരായ ഡോക്ടർമാരെല്ലാം ജയിലിൽ പോകും. അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഫയൽ പൂഴ്ത്തി വെച്ചേക്കണം. 1.5 വർഷം കഴിഞ്ഞ് എന്തുകൊണ്ട് ഇത് ഉത്തരവാകുന്നില്ല? വിജിലൻസ് സെൽ രൂപീകരിക്കേണ്ട ഫയലിൽ നടപടി സ്വീകരിച്ച് ഫയൽ പോയെന്ന് എൻ ഹരികുമാറിന്റെ വിശദീകരണം. ഉത്തരവായിട്ടില്ല. ഉത്തരവുള്ള നടപടി സ്വീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു യോഗം നടത്തി മിനിറ്റ്സ് അടങ്ങുന്ന ഒരു ഫയലാണ് നിങ്ങൾ ഈ പറയുന്നത്. അതും പോയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറയുന്ന ഫയല്. അത് നമ്മുടെ ഇതില്ല, അത് പോയി. ഫയൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലെത്തി 1.5 വർഷം പിന്നിട്ടിട്ടും വിജിലൻസ് സെൽ യാഥാർത്ഥ്യമായിട്ടില്ലെന്നത് വസ്തുത. ആരോഗ്യവകുപ്പിൽ പോലീസിന്റെ വിജിലൻസ് സെൽ വേണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിടുന്നത് 2018 സെപ്റ്റംബറിൽ. 2024 ജൂൺ മാസം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഫയൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കെത്തി. ഇപ്പോഴും 1.5 വർഷം കഴിഞ്ഞിട്ടും ഫയൽ അവിടെ ഉറങ്ങുകയാണ്. ആരോഗ്യവകുപ്പിൽ വിജിലൻസ് വേണ്ടേ? എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.